കൃപാസനത്തിലെ ഈ പീസ്ഫുൾ ആംബിയൻസ് കാണണമെങ്കിലും പ്രാർത്ഥിക്കാൻ അത്രയേറെ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിലും 7 മണി കഴിഞ്ഞുള്ള വൈകിട്ട് 7 മണി കഴിഞ്ഞുള്ള ടൈമിൽ ചെല്ലണം കേട്ടോ. അപ്പോൾ മാതാവിനെ ഇങ്ങനെ കൂടുതൽ നേരം നോക്കിയിരിക്കാൻ പറ്റും. അല്ലാത്ത ടൈമെന്ന് പറയുന്നത് നല്ല റഷാണ്. കാരണം ആളുകളെല്ലാം ഇങ്ങനെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് മാതാവിൻ്റെ അടുത്ത് കാര്യം പറയാൻ. ഈശോ വഴി നടത്തി തരുമെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ വരുന്നത് തന്നെ. അപ്പം നമ്മൾ ഇന്നിടുന്ന വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ടൈമുകൾ, ഉടമ്പടി ടൈമുകൾ ഏതൊക്കെയാണ്. അപ്പോൾ രാവിലെ 5:30ക്കാണ് ടോക്കൺ കൊടുത്ത് തുടങ്ങുന്ന ടൈം. 1:45 വരെ, വൈകിട്ട് 1:45 വരെ ടോക്കൺ കൊടുക്കുന്നുണ്ട്. ഉടമ്പടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 7 മണിക്കാണ്. 7 മണി, 11 മണി, 2 മണി, 3 ടൈമുകളാണ് വരുന്നത്. ഈ ടോക്കൺ ഇവിടെ നിന്ന് എടുത്ത് ആ സ്റ്റെയർ വഴി കയറി രണ്ടാമത്തെ നിലയിലാണ് ആദ്യത്തെ ധ്യാനം നടക്കുന്നത്. ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ ഉടമ്പടി എടുക്കുന്നത്, പിന്നെ പുതുക്കുന്നത്, അങ്ങനെയെല്ലാം. അതിനുശേഷം ഏതൊക്കെ കൗണ്ടർ ചെല്ലണമെന്ന് അവർ കറക്റ്റ് ഇൻഫർമേഷൻ തരും. നമ്മുടെ ഭീഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരോടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുണ്ട് ആ ചേച്ചിമാരോടോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരോടോ ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യം പറയുന്ന പ്ലേസ് ഇവിടാണ്. ഇവിടെ നമ്മുടെ സിസ്റ്റർമാരിരിക്കും. സാക്ഷ്യ പേപ്പർ അവിടെ അവർ തരും, അത് എഴുതി കൊടുക്കണം. പിന്നെ ഏതെല്ലാം ഭാഷയിലാണ് കിട്ടുന്നത്, 23 ഭാഷയിൽ നമുക്ക് കൃപാസനം പത്രം കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് ആ രാജ്യത്തിലേക്ക് വാങ്ങിക്കൊണ്ട് പോയി അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് നമുക്ക് മാതാവിനും ഈശോയ്ക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അതാ ഈ സുന്ദരി മാതാവിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ താങ്ക് യു സോ